ഹായ്, എല്ലാവർക്കും കാലിക്സ് ഇൻഫോ മീഡിയയിലേക്ക് സ്വാഗതം. 2025-26 അധ്യയന വർഷത്തേക്കുള്ള CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. BPL വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട്. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഓരോ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും ലഭിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം ഇങ്ങനെയാണ്. ബിരുദം 3000 വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കും. PG 1000, പ്രൊഫഷണൽ കോഴ്സ് 1000, ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് 2000. ഇങ്ങനെയാണ് സ്കോളർഷിപ്പുകളുടെ എണ്ണം. സ്കോളർഷിപ്പ് തുക: ബിരുദം 5000 രൂപ, PG 6000 രൂപ, പ്രൊഫഷണൽ കോഴ്സ് 7000 രൂപ, ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് സ്കോളർഷിപ്പ് തുക ഉൾപ്പെടെ 13000 രൂപ എന്നിങ്ങനെയാണ്. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 9/1/2026. അപേക്ഷ സമർപ്പിക്കുവാനുള്ള വെബ്സൈറ്റ് www.mwdscholarship.kerala.gov.in. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ആയതിൻ്റെ പ്രിൻ്റൗട്ടും മറ്റ് അനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 12/1/2026. കോഴ്സിൻ്റെ ആദ്യ വർഷത്തിൽ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് നടപ്പ് അധ്യയന വർഷത്തിൽ പുതിയതായി അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷകർ യോഗ്യതാ പരീക്ഷയിൽ 50% കുറയാത്ത മാർക്ക് നേടിയിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഞാൻ നേരത്തെ കാണിച്ച വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. പ്രൊഫൈൽ പൂർണ്ണമായി രേഖപ്പെടുത്തുക. വിദ്യാഭ്യാസ യോഗ്യതകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുക. അപ്ലൈ ഫോർ സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ആൻഡ് ഡൗൺലോഡ് പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ: അപേക്ഷകരുടെ രജിസ്ട്രേഷൻ പ്രിൻ്റൗട്ട്, SSLC, +2, ബിരുദം തുടങ്ങിയവയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ്, അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ്, അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോരിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ഹോസ്റ്റൽ വിദ്യാർത്ഥിയാണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖയും ഹോസ്റ്റൽ ഫീസ് സംബന്ധിച്ച രേഖയും. ഇത്രയും വിവരങ്ങളാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ലഭിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ എല്ലാം അതിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്.